ഹലോ, ഇന്ന് നമുക്കൊരു ചിക്കൻ ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കിയാലോ. പൊതുവേ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചിക്കൻ വേവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മുളകും മഞ്ഞളും പിന്നെ ചിക്കൻ മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് വേവിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ വെക്കണമെന്നില്ല, ഇതേപോലെ ചട്ടിയിൽ വെച്ചാൽ ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. രണ്ട് സൈഡും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയും കൂടി ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഫില്ലിങ് നോക്കാം. ഒരു വലിയ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് കൈനെ കൊണ്ട് മിക്സാക്കി കൊടുക്കുക. തേങ്ങ ഫില്ലിങ് വരുന്ന ഇറച്ചിപ്പത്തിൽ ഞാനും കഴിച്ചിട്ടില്ല കേട്ടോ. ഇറച്ചിപ്പത്തിൻ്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഉമ്മാറിന് എന്നാൽ നമുക്ക് തേങ്ങനെ കൊണ്ട് ഫില്ലിങ്സ് ആക്കിയിട്ട് പിന്നെ ഇറച്ചിപ്പത്തിലാക്കാമെന്ന് പറഞ്ഞു. ഉമ്മയെല്ലാം പണ്ടെല്ലാം ഇതേ രീതിയിലാവുമല്ലോ ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കൽ. അപ്പോൾ ഈ രീതി അറിയാതെ എന്നെപ്പോലുള്ളവർക്കെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ നമ്മൾ തേങ്ങ ചമ്മന്തി പോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കനും ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പാന് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു വലിയ സവാളയാണ് വേണ്ടത്. ഒരു സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തതാണ്. ഈ ഉള്ളിയെല്ലാം ഉമ്മയെല്ലാം കൈനെ കൊണ്ട് തന്നെ കറക്റ്റ് മുറിച്ചെടുക്കുക. എനിക്കെല്ലാം കട്ടിങ് ബോർഡ് തന്നെ വേണം. ഉമ്മയെല്ലാം ഞാൻ വരുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ അവിടെ സൽക്കാരുണ്ടാവില്ല, അതിൻ്റെ എല്ലാം ഉള്ളി ഉമ്മ കൈനെ കൊണ്ട് കുറേ ഉള്ളി ഇങ്ങനെ മുറിച്ചിടുന്നാകുമ്പോൾ ഞാനെല്ലാം ഇതെങ്ങനെയാണ് ഇങ്ങനെ മുറിച്ചിടുന്നതെന്നെല്ലാം ചിന്തിക്കലുണ്ട്. പിന്നെ ഉമ്മ ഇപ്പം കൈനെ കൊണ്ട് തന്നെയാണ്. എനിക്കൊന്നും ഇത് ശരിയാകില്ല, കട്ടിങ് ബോർഡിൽ തന്നെ നമുക്കിതെല്ലാം നടക്കുള്ളൂ. ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഫില്ലിങ്സിനായതുകൊണ്ട് പച്ചമുളക് റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ തന്നെ മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് കുറച്ച് വാടി മല്ലിച്ചപ്പാണ്. ഫ്രഷ് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒതുക്കി വെച്ച ചമ്മന്തി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുക. കൂടുതലായിട്ട് ഉള്ളിൻ്റെ ഫില്ലിങ്സ് എല്ലാം വരുന്ന പലഹാരങ്ങളെല്ലാം ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടും കേട്ടോ. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. ഇത് കാണാൻ തന്നെ നല്ല രസമില്ലേ. പിന്നെ ആ തേങ്ങയും കറിവേപ്പിലയെല്ലാം കൂടി വഴന്ന് വരുമ്പോൾ ആ സ്മെല്ലും അതും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇറച്ചിപ്പത്തിലിൻ്റെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്കിതിൻ്റെ ഡോ ഉണ്ടാക്കണം. ഇനി ഇവിടെ ആവശ്യത്തിന് മൈദപ്പൊടിയും ഉപ്പും ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതേ രീതിയിൽ ഡോ ഉണ്ടാക്കിയെടുക്കുക. ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കുക. ഡോ ഉണ്ടാക്കുമ്പോൾ അധികം ഹാർഡായി പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഹാർഡായി പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ലൂസായി പോകാനും പാടില്ല. തുടക്കക്കാരാണെങ്കിലെല്ലാം കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് ചെയ്യാൻ നോക്കുക. ഇനി നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ. നമുക്കിത് പരത്തിയെടുക്കാം. കട്ടിയില്ലാതെ നൈസായിട്ട് തന്നെ വേണം ഇത് പരത്തിയെടുക്കാൻ. ഇനി ഫില്ലിങ്സ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ 2 ഇറച്ചിപ്പത്തിലായിട്ടാണ് എടുക്കുന്നത്. ഇതേ രീതിയിൽ 2 ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതൊന്നിന് ഫോൾഡ് ചെയ്തെടുക്കും. ഇതേ രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്തെല്ലാം കൈനെ കൊണ്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ മസാല ഫില്ലിങ്സ് പുറത്തേക്ക് പോകാണ്ട് നോക്കണം. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഹോൾസ് ഇല്ലാണ്ട് നോക്കണം. ഹോൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്തേക്ക് ഉള്ളിലേക്ക് നെയ്യ് കുടിക്കും. അപ്പം അങ്ങനെ നെയ്യ് ഉള്ളിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹോൾസ് ഇല്ലാതെ നമ്മൾ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുണ്ട നല്ല ഇവിടെ ഹോൾസ് ഇല്ലാതെ നല്ല വൃത്തിക്ക് നീറ്റിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേ രീതിയിൽ തന്നെ അഥവാ ഇങ്ങനെ ഹോൾസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈനെ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ആദ്യമെല്ലാം ഇപ്പം കാണുന്ന രീതിയിൽ ഇങ്ങനെ പിരിച്ചു കൊടുക്കും. പിന്നെ എല്ലാ സൈഡിലും ഇങ്ങനെ പിരിച്ചു കൊടുക്കും. ഇപ്പം പിന്നെ നമ്മൾ ആ ഒരു
ഷേപ്പർ ഉള്ളതുകൊണ്ട് അതിനെ കൊണ്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കലാണ്. ഇങ്ങനെ പിരിച്ചു കൊടുക്കലൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇത്രയും നമുക്കായിട്ടുണ്ട്. ഇത് നമുക്കിത് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. എല്ലാ ഇറച്ചിപ്പത്തിലും ഒരേ ഷേപ്പിലൊന്നല്ല ഉള്ളത്, പല ഷേപ്പിലാണുള്ളത്. നമുക്ക് കഴിക്കാൻ തന്നെ ആയതുകൊണ്ട് ഓരോന്നും ഓരോ ഷേപ്പിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇറച്ചിപ്പത്തിലെല്ലാം നമ്മൾ പൊരിച്ചു കോരി എടുക്കുന്നുണ്ട്. കാണുന്നില്ല, നല്ല അടിപൊളി ഇറച്ചിപ്പത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫില്ലിങ്സ് വെച്ചിട്ട് ഇറച്ചിപ്പത്തിൽ ചെയ്യാത്തവർ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം.